ശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ജ്ഞാനപാന യജ്ഞം ആരംഭിച്ചു. പൂന്താനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ ഇഷ്ടഭക്തനാണ് പൂന്താനം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ജ്ഞാനപാന. ആ ജ്ഞാനപാന പാരായണം ചെയ്യുന്നതും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും ഗുരുവായൂരപ്പന് വലിയ സന്തോഷം നൽകുന്നതാണ്. ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹം നൽകുന്നതിന് സഹായിക്കുന്നതാണ്. നമ്മൾക്ക് അടുത്ത രണ്ടാമത്തെ ദിവസം ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം പല ഭക്തന്മാർക്കും കയറാൻ പറ്റാത്തതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി കഴിഞ്ഞ ദിവസത്തിലെ നമ്മൾ സംവദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ജ്ഞാനപാന ആരംഭിക്കുന്നത് പൂന്താനത്തിന്റെ കൃഷ്ണ സ്തുതിയോട് കൂടിയിട്ടാണ്. ഭഗവാന്റെ വ്യത്യസ്ത നാമങ്ങൾ ജപിച്ചുകൊണ്ട് പൂന്താനം ജ്ഞാനപാന ആരംഭിക്കുന്നു. കൃഷ്ണസ്തുതിയോടുകൂടി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ആദ്യം പൂന്താനം വിളിക്കുന്നത്. അതിൽ ഓരോ ഭഗവാന്റെ നാമത്തിനും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ അർത്ഥവും നമ്മൾ ചർച്ച ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഓരോ വാക്കിന്റെയും അർത്ഥം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൂന്താനം ആദ്യത്തെ വരിയിൽ പറയുന്നത്, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നാണ്. നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഗുരുവിന്റെ കാരുണ്യം കൂടിയേ തീരും. ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ നമ്മൾക്ക് ഭക്തിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭക്തിയിൽ പ്രവേശിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്പൊ ഭക്തിയിലെ ഒരു സേവനമാണ് ഭഗവാന്റെ നാമജപം എന്ന് പറയുന്നത്. ആ നാമം ജപിക്കണമെങ്കിൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. ഭഗവാന്റെ നാമം ജപിക്കുകയല്ലേ, കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ ഗുരുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾക്ക് ആ നാമം ജപിക്കാൻ പോലും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ നിരന്തരം ജപിക്കണം എന്ന് പറയും. എപ്പോഴൊക്കെയാണ് ഭഗവാന്റെ നാമം ജപിക്കേണ്ടത് എന്ന് പൂന്താനം ആ പദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും എന്ന് പറയും. എപ്പോഴും നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ് പറയുന്നത്. സന്തതം എന്ന് പറയുന്നു. സന്തതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് എന്നാണ് അർത്ഥം. ഭഗവത്ഗീതയിൽ പറയുന്നു, സതതം കീർത്തയന്തോമ, എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് പറയുന്നു. അതേപോലെ പൂന്താനം പറയുന്നത് സന്തതം, എല്ലായ്പ്പോഴും. വീണ്ടും തിരിച്ചും പറയുന്നുണ്ട്, വീണ്ടും എടുത്തു പറയുന്നുണ്ട്, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും, എപ്പോഴും നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. നരജന്മം സഫലമായിടുവാൻ, അല്ലെ, നമ്മുടെ ഈ മനുഷ്യജന്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് വലിയൊരു കാര്യം നേടാനുണ്ട്, അല്ലെ. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്ന ഒരേ ഒരു ജന്മം മനുഷ്യജന്മമാണ്. അതുകൊണ്ട് അത് വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ജന്മം സഫലമാകണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഭഗവാന്റെ നാമം നിരന്തരമായിട്ട് ജപിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം പൂന്താനം ആദ്യത്തെ പദ്യത്തിൽ തന്നെ പറഞ്ഞു വെച്ചു. അപ്പൊ ആദ്യത്തെ പദ്യത്തിൽ തന്നെ ഗുരുവിന്റെ പ്രാധാന്യവും ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കണമെന്നും
അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വിലപ്പെട്ട മനുഷ്യജന്മം സാഫല്യം നേടുകയുള്ളൂ എന്നുള്ള കാര്യം ആണ് ആദ്യം തന്നെ പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നീട് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പൂന്താനം രണ്ടാമത്തെ പദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് പൂന്താനം പറയുന്നത്. അല്ലെ, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. അതായത് നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, ഏതെല്ലാം ശരീരമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ചെയ്തു, ഇതൊന്നും നമ്മൾക്കിപ്പോൾ ഓർമ്മയില്ല. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി അടുത്ത ജന്മം എന്തായിരിക്കും എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ വിലപ്പെട്ട മനുഷ്യജന്മം എത്ര സമയം ഉണ്ടാവും എന്ന് നമ്മൾക്ക് അറിയുകയില്ല എന്ന് പറയുന്നു. ഇന്നി കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല എന്ന് പറയും. അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കാര്യങ്ങളൊക്കെ ചില ആളുകൾ ചിന്തിക്കും, ചില ആളുകൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയും. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു ജന്മത്തിൽ തന്നെ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ചെറുപ്പകാലത്തുണ്ടായിരുന്ന കാര്യങ്ങളല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഒരു വ്യക്തി ചിലപ്പോൾ ചെറുപ്പകാലത്ത് നല്ല സൗകര്യപൂർവ്വം ജീവിച്ചിട്ടുണ്ടാകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ചില വ്യക്തികൾ ചെറുപ്പകാലത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സൗകര്യപൂർവ്വം ജീവിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാകും. ഇതൊക്കെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്നാണ് പൂന്താനം പറയുന്നത്. അല്ല, ഇതൊന്നും യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതല്ല. ഇതിനൊന്നും ഒരു നിയമമില്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നു എന്ന് പറയുന്നു. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭഗവാൻ. ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പൂന്താനം പറഞ്ഞു വെക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പൂർവ്വജന്മത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചും നമ്മുടെ അടുത്ത ജന്മത്തിനെ കുറിച്ചും ഒക്കെ എല്ലാവരും ചിന്തിക്കുന്നില്ല, എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് അടുത്ത പദ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല, പക്ഷെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുന്നു. ചില ആളുകൾക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയില്ല എന്ന് പറയും. ചില ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം പൂന്താനം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അതിൻ്റെയും കാരണം പൂന്താനം പറയുന്നുണ്ട്. എന്താണ്? മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിന് വിശേഷമുണ്ടോർക്ക. എല്ലാവരും ഒരേപോലെയല്ല. എല്ലാവരുടെയും സ്വഭാവം, എല്ലാവരുടെയും ബുദ്ധി, എല്ലാവരുടെയും മനസ്സിന്റെ കഴിവുകൾ, എല്ലാവരുടെയും സാഹചര്യം, ഇതൊന്നും ഒരേപോലെയല്ല. അതുകൊണ്ട് വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ട്. ഓർക്കണം, അത് നമ്മൾ ഓർമ്മിക്കണം. അല്ലെ, എല്ലാവരും കമ്പയർ ചെയ്യാൻ പാടില്ല. പല തരത്തിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ ഋഷീശ്വരന്മാർ ഇതൊക്കെ മനസ്സിലാക്കി അവർ നമ്മളോട് വളരെ കാരുണ്യമുള്ള ആളുകളാണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്ന് പണ്ടത്തെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ വിവിധ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ എഴുതി നമ്മൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പദ്യത്തിൽ, 5-ാമത്തെ പദ്യത്തിൽ പറയുന്നത് അതാണ്.
അല്ലെ? നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ഓരോ നിലവാരത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വ്യത്യസ്ത ഋഷീശ്വരന്മാർ വ്യത്യസ്ത രീതിയിൽ നമ്മൾക്ക് ശാസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മളെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും അറിയുക എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രങ്ങൾ നമ്മൾക്ക് ഓരോ നിലവാരത്തിന് അനുസരിച്ച് കിട്ടിയിട്ടുമുണ്ട്. അല്ല, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള വേദങ്ങളുടെ വിഭാഗങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് പഠിക്കാനുള്ള ശാസ്ത്രങ്ങളാണ്. സംഖ്യയില്ലതോ നിൽക്കട്ടെ സർവ്വതും എന്നാണ് പൂന്താനം പറയുന്നത്. അതിന് എണ്ണാൻ പോയി കഴിഞ്ഞാൽ, അതിൽ എത്ര പഠിക്കാനുണ്ട് എന്ന് നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതിലപ്പുറമാണ് എന്ന് പറയും. അത്രയ്ക്ക് നമ്മൾക്ക് പഠിക്കാനുണ്ട് എന്ന് പറയും. പക്ഷെ പൂന്താനം പറയുന്നു സംഖ്യയില്ലതോ നിൽക്കട്ടെ സർവ്വതും. അത് നമ്മളോടുള്ള ഒരു കാരുണ്യമാണ്. നമ്മുടെ അവസ്ഥ അറിയാം. നമ്മൾക്ക് ഈ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇതൊന്നും പഠിക്കാനുള്ള നേരമില്ല എന്ന് പൂന്താനത്തിനും അറിയാം. പഠിച്ചാൽ തന്നെ ഇതൊന്നും മനസ്സിൽ നിൽക്കുകയുമില്ല. അല്ല, വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ജോലി തിരക്കുകളുണ്ട്. അല്ലെ? ഓഫീസ് ജോലിയുള്ളവർക്ക് അതിന് പോകാനുണ്ട്, വീട്ടിലുള്ള ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, കുടുംബത്തിന്റെ കാര്യം നോക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ശാസ്ത്രമൊക്കെ പഠിക്കാൻ എവിടെയാണ് സമയം? അപ്പം അത് പണ്ടത്തെ ആചാര്യന്മാർക്കും അറിയാം, പൂന്താനത്തിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്താണ് പൂന്താനം പറയുന്നത്? സംഖ്യയില്ലത് നിൽക്കട്ടെ സർവ്വം. ഇന്നത്തെ കാലത്ത് നമ്മൾ അതെല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തിച്ചേരുകയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ, ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ട് ഉള്ളൊരു മാർഗം പൂന്താനം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ മാർഗം? ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ട് മുക്തി ലഭിക്കാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ എന്നാണ് പറഞ്ഞത്. ഈ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അതിനെ നിർത്താൻ സാധിക്കുന്നില്ല. അല്ലെ? രാവിലെയായി, ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി, കിടന്നതേ ഓർമ്മയുള്ളൂ, അപ്പോഴത്തേക്ക് അടുത്ത ദിവസമായി. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി, പിന്നെ വൈകുന്നേരമായി. അങ്ങനെ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ സംസാര ചക്രം എന്ന് പറഞ്ഞത്. സംസാര ചക്രം, സമയം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അത് വലിയ ചക്രമായിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിലോ ആ സമയത്തിന്റെ കൂടെ ഓടിയെത്താൻ പാടുപെടുകയാണ്. അല്ലെ? സമയമായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ. നമ്മളെ സമയത്തിന്റെ ഒപ്പം എത്താൻ ഓടുകയാണ്. ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അറിവുള്ള മഹത്തുക്കൾ, ഈ ശാസ്ത്രമൊക്കെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ഉന്നതരായിട്ടുള്ള മഹത്തുക്കളുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം, ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന മഹത്തുക്കളുണ്ട്. ഭഗവാന്റെ രഹസ്യം അറിയുന്ന മഹത്തുക്കൾ അല്ലെങ്കിൽ മഹാജനങ്ങൾ. ആ മഹാജനങ്ങൾക്ക് നമ്മളെക്കുറിച്ചുള്ള സത്യം അറിയാം, ഈശ്വരനെ കുറിച്ചുള്ള സത്യവും അറിയാം. അപ്പൊ നമ്മൾ ഈ ശാസ്ത്രങ്ങളെല്ലാം നേരിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ആ മഹത്തുക്കളിൽ നിന്ന് നമ്മൾ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ ജ്ഞാനവും അതുകൊണ്ട് തന്നെ കിട്ടും. മഹത്തുക്കളിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ ജ്ഞാനവും കിട്ടും. അതുകൊണ്ട് എല്ലാവരും അത് കേൾക്കണം എന്നാണ് പൂന്താനം പറയുന്നത്. എളുതായിട്ട് മുക്തി ലഭിക്കാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും എന്ന് പറഞ്ഞു. നമ്മൾക്ക് ഭഗവാൻ ചെവി തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ചെവി തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നു? ആ ചെവി തന്നിട്ടുള്ള ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മുടെ ചെവി കൊടുക്കണം എന്നാണ് പറയുന്നത്.
നമ്മൾ നമ്മുടെ ചെവി കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെക്കുറിച്ച് അറിയുന്നതിനും ഭഗവാനെ കുറിച്ച് അറിയുന്നതിനും. എളുതായിട്ട് മുക്തി ലഭിക്കാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് വലിയ വലിയ തപസ്സുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റക്കാലിൽ തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കഠിന വ്രതങ്ങൾ നമ്മൾ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? എളുതായിട്ട് മുക്തി ലഭിക്കാൻ, ഈ ദുരിതങ്ങളിൽ നിന്ന് നമ്മൾക്ക് എളുപ്പത്തില് മുക്തി നേടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ അങ്ങനെയുള്ള മഹത്തുക്കളിൽ നിന്ന് കേട്ടാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. കേട്ടാൽ തന്നെ നമ്മൾക്ക് മുക്തി ലഭിക്കും. ആ ഒരു വഴിയാണ് പൂന്താനം ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു. ഈ ഒരു പദ്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? അപ്പം ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊന്നോ രണ്ടോ മിനിറ്റ് അതിനു വേണ്ടി ഉപയോഗിക്കാം. അതുവരെ മനസ്സിലായതാണോ? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രഭുജി, മഹാജനങ്ങളെ ഒന്നും കൂടി പറഞ്ഞുതരുമോ? മഹാജനങ്ങൾ പറഞ്ഞല്ലോ 12 എണ്ണം. യെസ്, 12 മഹാജനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ, കപിലോ, മനം, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, ബലിർ, വയ്യാസകിർവയം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ? സ്വയംഭൂ അതായത് ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള നാരദ മഹർഷി, വീണ്ടും ബ്രഹ്മാവിന്റെ കേൾക്കുന്നില്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള നാരദ മഹർഷി, ബ്രഹ്മാവിന്റെ പുത്രൻ തന്നെയായിട്ടുള്ള മഹാദേവൻ, ശംഭു, കുമാരന്മാര്, ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള കുമാരന്മാര്, കപില മഹർഷി, മനു, പ്രഹ്ലാദ മഹാരാജാവ്, ജനക മഹാരാജാവ്, ഭീഷ്മ പിതാമഹൻ, ബലി മഹാരാജാവ്, വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള ശുകദേവ ബ്രഹ്മർഷി, യമധർമ്മരാജാവ്, ബലിർ, വയ്യാസകിർ, വയം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 12 മഹാജനങ്ങൾ. ബലിർ, വയ്യാസകിർ, വയം എന്ന് പറയും. ബലി മഹാരാജാവ്, ശുകദേവ ബ്രഹ്മർഷി, വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള ശുകദേവ ബ്രഹ്മർഷി, പിന്നീട് യമധർമ്മ രാജാവ്. 12 അപ്പൊ ഇവരാണ് 12 മഹത്തുക്കൾ അല്ലെങ്കിൽ 12 മഹാജനങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ ഗുരുപരമ്പരയിൽ നിന്ന് നമ്മൾ കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോഴേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വേറെന്താണ്? ഹരേ കൃഷ്ണ പ്രഭുജി. സ്മിത മാതാജി പറഞ്ഞു. ക്ലാസ്സില് 30 പറയുന്നത് അറിവുള്ള മഹത്വം കൊണ്ടൊരു പരമാർത്ഥം ചെയ്തിരിക്കുന്നു. അത് പ്രഭു പരമാർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ധനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ധനമാണോ അല്ലെങ്കിൽ ആ ഒരു ജീവിത അല്ലെങ്കിൽ ജീവിതത്തിൽ ആ പൊരുളാണോ എന്നുള്ളത് ഒരു ചെറിയ കൺഫ്യൂഷൻ. ആ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു ധനം അത് ഭഗവാൻ തന്നെയാണ് അല്ലേ? അത് പൊരുളാണോ അല്ലെങ്കിൽ ധനമാണോ? ജി, ഹരേ കൃഷ്ണ. യെസ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഗതിയിൽ ഭൗതികമായി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് 4 നേട്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. 4 തരത്തിലുള്ള നേട്ടങ്ങളാണ് ഒരു മനുഷ്യന് നേടാനുള്ളത്. അതെന്തൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. 4 വിധത്തിലുള്ള അർത്ഥങ്ങൾ ഒരു മനുഷ്യന് നേടേണ്ട 4 വിധത്തിലുള്ള അർത്ഥങ്ങൾ. ധർമ്മം, ഒന്ന്, നമ്മൾ ധാർമ്മികരായി തീരണം, ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തത് അർത്ഥം നേടണം, ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അർത്ഥം നേടണം. പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷങ്ങളെയൊക്കെ പൂർത്തീകരിക്കണം, ധർമ്മം, അർത്ഥം, കാമം. പിന്നീട് നമ്മൾ മോക്ഷം നേടണം. ഇതാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. പക്ഷെ ഇവിടെ പൂന്താനം പറഞ്ഞിട്ടുള്ളത് ഈ ചതുർവിധ പുരുഷാർത്ഥത്തിനും അപ്പുറത്തുള്ള പരമാർത്ഥത്തിനെ കുറിച്ചാണ്, അല്ലെ? അതെന്താണ്? ആ പരമാർത്ഥം ഭഗവാനാണ്, അല്ലെ? പരമമായിട്ടുള്ള അർത്ഥം, ഏറ്റവും വലിയ നേട്ടം ഭഗവാനെ നേടുക എന്നുള്ളതാണ്. പരമപുരുഷാർത്ഥമായിട്ടാണ് ഭഗവാനെ പറയുന്നത്. അതിനുള്ള വഴി എന്താണ്? ഭക്തി. അതുകൊണ്ട് ഭക്തിയെയും പഞ്ചമ പുരുഷാർത്ഥമായിട്ട് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും 4 പുരുഷാർത്ഥങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പഞ്ചമ പുരുഷാർത്ഥമായിട്ട് ഭക്തിയെയും പറയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഭക്തിയിലൂടെ നേടാവുന്നതാണ് ഈ പരമപുരുഷാർത്ഥം. അപ്പൊ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് സാധാരണ ഇവിടെ ഉദ്ദേശിക്കുന്നത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളല്ല, അതിനുപരിയായിട്ടുള്ള പരമപുരുഷാർത്ഥമാണ്. അത് ഭഗവാൻ തന്നെയാണ്. ക്ലിയർ ആണോ മാതാജി? ക്ലിയർ ആയി പ്രഭുജി, ക്ലിയർ ആയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ആ മഹത്തുക്കൾ എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ആ മഹത്തുക്കള് പറയുന്നത് ഭാഗവതത്തിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 12 മഹാജനങ്ങളും സംസാരിക്കുന്നുണ്ട്. അവരാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവര് ധർമ്മത്തിനെ കുറിച്ചോ അർത്ഥത്തിനെ കുറിച്ചോ കാമത്തിനെ കുറിച്ചോ മോക്ഷത്തിനെ കുറിച്ച് പോലുമല്ല സംസാരിക്കുന്നത്. അവർ ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭാഗവതത്തിൽ ഉടനീളം ഭഗവാനെ കുറിച്ചാണ് ഈ 12 മഹാജനങ്ങളും സംസാരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചമപുരുഷാർത്ഥത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? എളുതായിട്ട് മുക്തി ലഭിക്കാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. നമ്മൾക്ക് ഈ ഭൗതിക ചിന്തയിൽ നിന്ന് മുക്തി ലഭിച്ചാൽ മാത്രമേ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ ആ മഹത്തുക്കളിൽ നിന്നും കേൾക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. ഇപ്പൊ വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ വായിക്കാം, ഇന്നത്തെ പദ്യങ്ങൾ വായിക്കാം. യെസ്, ആദ്യത്തെ ഭാഗം. പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. 46. 8ാമത്തെ പദ്യം വരെ വായിച്ചോളൂ. അഞ്ജലി ആൻഡ് ആരതി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം ഒന്നായുള്ളൊരു ചോദിച്ച രൂപമായി ഒന്നു ചെന്നു തന്നോരു കഥതി, ഒന്നിനും ചെന്നു താനും പറയാതെ ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നു കൊണ്ടറിവാകുന്ന വസ്തുവായി, ഒന്നിലുമറിയാത്ത ജനങ്ങൾക്ക് ഒന്നു കൊണ്ടും തിരിയാത്ത വസ്തുവായി, ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി, ഒന്നിലും ഓരോ ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. Hare Krishna. Thank you, Anjali, Arati, and
സ്വപ്ന മാതാജി, ഹരേ കൃഷ്ണ. യെസ്. ഇനി പൂന്താനം പറയാൻ പോകുന്നത് കുറച്ച് നമ്മൾക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളാണ്. കുറച്ച് ഒരു തത്വമാണ് പൂന്താനം പറയുന്നത്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. 7ാമത്തെ പദ്യത്തിൽ എന്താണ് പറയുന്നത്? നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. മുമ്പിനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്നാണ് അർത്ഥം. ആദ്യം തന്നെ നമ്മൾ എന്താണ് അറിയേണ്ടത്? നമ്മളെയൊക്കെ ബന്ധിച്ചിട്ടുള്ള സാധനം കർമ്മമാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് മുന്നേയുള്ള കർമ്മങ്ങൾ കൊണ്ടാണ്. പൂർവജന്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഓരോരുത്തരും ഓരോ ശരീരം എടുക്കുന്നത് എന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. നമ്മളൊന്ന് യാദൃശ്ചികമായിട്ട് ജനിച്ച ആളുകളല്ല. പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടുന്നത് അവർ പൂർവജന്മത്തിൽ എന്തെല്ലാമാണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെയാണ് എന്ന് പറയും. ഇത് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ജീവൻ ഒരു പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഒരു ജീവൻ എങ്ങനെയാണ് പുതിയ ശരീരം കിട്ടുന്നത് എന്ന് ഭാഗവതത്തില് 3ാമത്തെ സ്കന്ധത്തിൽ 31ാമത്തെ അധ്യായത്തില് 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയെ ത്രിയാ പ്രവിഷ്ട ഉദരം പുംസാരേതകണാശ്രയ എന്ന് പറയുന്നു. കർമ്മണാ ദൈവനേത്രേണ എന്നാണ് പറയുന്നത്. ഒരു ജീവന്റെ പുതിയ ശരീരം തീരുമാനിക്കുന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. ഒരു ജീവൻ പുതിയ ശരീരം എടുക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് പുതിയൊരു ശരീരം തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് കർമ്മം. ആ ജീവാത്മാവ് മുന്നേ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും നമ്മൾ. പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ. ആ കർമ്മങ്ങളും പിന്നെ എന്താണ്? കർമ്മണാ ദൈവനേത്രേണ, ഈശ്വരന്റെ നിശ്ചയം. ഇത് 2മാണ് നമ്മൾക്ക് നമ്മുടെ പുതിയ ശരീരത്തിനെ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ യാദൃശ്ചികമായിട്ടല്ല ഒരു വ്യക്തിക്ക് ഒരു ശരീരം കിട്ടുന്നത്. വളരെ വ്യക്തമായിട്ട് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, ആ ജീവാത്മാവിന്റെ പൂർവജന്മ കർമ്മം അനുസരിച്ചിട്ടാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഭഗവാൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ദൈവനേത്രേണ എന്നാണ് പറയുന്നത്. ഭഗവാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും. അതേ കാര്യം തന്നെയാണ് ഇവിടെ പൂന്താനം പറയുന്നത്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് മുമ്പിനാൽ. ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണമെന്നാണ് പൂന്താനം പറയുന്നത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം എന്നാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞു വെച്ചതിന് ശേഷം പൂന്താനം അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എന്താണ് പറയുന്നത്? ഒരു ജീവൻ ഈ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഈ വിശ്വത്തിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കണം, അല്ലെ? ഈ ലോകം ഉണ്ടായിരിക്കണം. ആ ലോകം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് ഭാഗവതത്തിനെ അടിസ്ഥാനമാക്കി പൂന്താനം പറയുന്നുണ്ട്, അല്ലെ? അതാണ് അടുത്ത 8ാമത്തെ പദ്യത്തിൽ പറയുന്നത്. നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപമായി എന്നാണ് പറയുന്നത്. ഓരോ വരിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്. ഓരോ വരി നമ്മൾ ഈ ജ്ഞാനപാന ചൊല്ലിപ്പോകുന്ന സമയത്ത് അങ്ങനെ ചൊല്ലിപ്പോകും, അല്ലെ? ഈ 8 വരി നമ്മൾ ഒരൊറ്റയടിക്ക് 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ചൊല്ലിപ്പോകും. മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപമായി, ഒന്നും ചെന്നങ്ങു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി, ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി, ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി, ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിഷം ചമച്ചുപോൽ എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ചെല്ലാൻ നല്ല ഒരു ഈണമുണ്ടാകും, അല്ലെ? എല്ലാ സ്ഥലത്തും ഒന്ന് ഒന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്.
ഒന്ന് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ചെല്ലാൻ നല്ല രസമാണ്. പക്ഷെ പൂന്താനം വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഇതിൽ നിന്നും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആദ്യത്തെ വരി എടുത്തു നോക്കാം. എന്താണ് ആദ്യത്തെ വരി? എന്താണ് ആദ്യത്തെ വരി? മുന്നമിക്കണ്ട വിശ്വമശേഷവും. യെസ്, മുന്നമിക്കണ്ട വിശ്വവിശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി എന്ന് പറയും. ആദ്യം, മുന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ സമയത്ത് മുന്നം എന്ന് പറയുന്നത് അതാണ്. മുന്നം, ആദ്യം. ഈ കണ്ട വിശ്വം, നമ്മൾ ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും എങ്ങനെയാണ് ഇരുന്നത്? ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി എന്നാണ് പറയുന്നത്. ഇത് ഒരൊറ്റ വസ്തുവായിട്ടാണ് ഇരുന്നത് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ വേറെ വേറെ ഇല്ലായിരുന്നു എന്ന് പറയും. നമ്മളിപ്പോ എല്ലാം വേറെ വേറെ കാണുന്നുണ്ട് അല്ലെ? അഗ്നി, ജലം, വായു, ആകാശം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഒന്നായുള്ള ഒരു ജ്യോതിസ്വരൂപമായി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരൊറ്റ വസ്തുവായിരുന്നു എന്നാണ് പറയുന്നത്. ആ വസ്തു എവിടുന്നാണ് വന്നത് എന്നും പറയുന്നുണ്ട്. ഒന്നായുള്ള ഒരു ജ്യോതിസ്വരൂപമായി. അത് ഭഗവാന്റെ ജ്യോതിസാണ്, ജ്യോതിസ്വരൂപമാണ് എന്ന് പറയും. അല്ല, ഈ വിശ്വം മുഴുവൻ വന്നിട്ടുള്ളത് ഭഗവാന്റെ ജ്യോതിസിൽ നിന്നാണ് എന്ന് പറയുന്നത്. ഇത് ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായിട്ട് ഇതേ കാര്യം പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. 14-ാമത്തെ അധ്യായത്തില്, ഭഗവത്ഗീതയിലെ 14-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഈ മുഴുവൻ പ്രപഞ്ചവും ഉണ്ടായിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെയാണെന്ന് പറയുന്നു. മമ യോനിർ മഹത് ബ്രഹ്മ. അവിടെ ഈ വസ്തുവിന് ഒരു പേര് പറയുന്നുണ്ട്. ഇവിടെ പൂന്താനം ആ വസ്തുവിന്റെ പേരെടുത്ത് പറയുന്നില്ല. ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപമായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഭഗവത്ഗീതയിൽ അതിന്റെ പേര് പറയുന്നുണ്ട്. എന്താണ് പേര്? മമ യോനിർ മഹത് ബ്രഹ്മ. മഹത് ബ്രഹ്മം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതൊരൊറ്റ വസ്തുവായിരുന്നു. ആ മഹത് ബ്രഹ്മം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? മമയോനിർ എന്നാണ് ഭഗവാൻ പറയുന്നത്. മമയോനിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതാണ്, ഭഗവാനിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ജ്യോതി സ്വരൂപമായി. അപ്പൊ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ വസ്തു. ഭഗവത്ഗീത അനുസരിച്ച് അതിന്റെ പേര് മഹത് ബ്രഹ്മം എന്നാണ്. ഭാഗവതത്തിൽ മഹത്തത്വം എന്ന് പറയും. മഹത്തത്വം എന്നാണ് ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. അതിലെല്ലാ വസ്തുക്കളും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. അവ്യക്ത രൂപത്തിൽ നമ്മൾക്ക് വേറെ വേറെ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ വേറെ വേറെ കാണാൻ കഴിയാത്ത ഒറ്റ വസ്തുവായിട്ടിരിക്കുന്നതിനെയാണ് പൂന്താനം ഇവിടെ പറയുന്നത് ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി. അതൊരൊറ്റ വസ്തുവായിട്ടാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. അത് ജ്യോതി സ്വരൂപമാണ്, ഭഗവാന്റെ ജ്യോതിസാണ്, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന ആ ജ്യോതിസാണ് എന്ന് പറയും. ഇനി അതിന്റെ മറ്റ് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളാണ് ആ മഹത് ബ്രഹ്മത്തിന്റെ. ഭഗവത്ഗീതയിൽ പറയുന്ന മഹത് ബ്രഹ്മം, ഭാഗവതത്തിൽ പറയുന്ന മഹത്തത്വം, ഇതിൽ നിന്നാണ് ഭൗതിക വസ്തുക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മറ്റു സ്വഭാവങ്ങളെ കുറിച്ചാണ് അടുത്ത വരിയിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ എന്ന് പറയും. ഈ മഹത്തത്വം എന്ന് പറയുന്നത് ഭൗതിക ശക്തിയാണ്, ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള ഭൗതിക ശക്തിയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ. ആ ഭൗതിക ശക്തി ഒരിക്കലും ഭഗവാനിലേക്ക് അലിഞ്ഞ് ചേരുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാനിലേക്ക് തിരിച്ചു ചെന്ന് അലിഞ്ഞു ചേരുന്നില്ല, ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശക്തിയാണ് എന്ന് പറയും. ഈ മഹത്തത്വം ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പറയും. ഭഗവാനിലേക്ക് പോയിട്ട് വീണ്ടും വീണ്ടും അലിഞ്ഞ് ചേരുന്നില്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് ഭിന്നാ പ്രകൃതി എന്നാണ്. വേറിട്ട് നിൽക്കുന്ന ശക്തിയാണ് ഈ ഭൗതിക ശക്തി, ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശക്തിയാണ് എന്ന് പറയും അല്ലെ? ഭഗവത്ഗീതയില് ഒരു ശ്ലോകമുണ്ട്. എന്താണ്? ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശക്തി. ഭൂമിരാപോ അനലോ വായു
ഖം മനോബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത. 7ാമത്തെ അധ്യായത്തില് 4ാമത്തെ ശ്ലോകം അല്ലെ. ഭിന്നാ പ്രകൃതി കേട്ടിട്ടുണ്ടോ? ഭഗവത്ഗീത വായിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. ആ ഭിന്നാ പ്രകൃതിയിൽ നിന്നാണ് ഈ എല്ലാ വസ്തുക്കളും, പഞ്ചഭൂതങ്ങളും, നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഭിന്നാപ്രകൃതി ആയതുകൊണ്ട് ആണ് പൂന്താനം ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ, ഭഗവാനോട് അത് ചേർന്ന് നിൽക്കുന്നില്ല, ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശക്തിയാണ് ഈ ഭൗതിക ലോകത്തിന്റെ ശക്തി എന്ന് പറയും. തന്നോട് പറ്റാതെ, ഒന്നിനും ചെന്ന് താനും വലയാതെ. ഇനി ഭഗവാനും അതിനോട് പോയിട്ട് ചേരുന്നില്ല. ഭഗവാന് ഈ ഭൗതിക പ്രകൃതിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയും അല്ലെ. അപ്പൊ എന്തൊരർത്ഥമാണ്? ഒന്നും ചെന്നങ്ങു തന്നോട് പറ്റാതെ, ഒന്നിനും ചെന്നു താനും വലയാതെ. ആ ഭൗതിക പ്രകൃതി ഭഗവാനുമായിട്ട് ചേരുന്നില്ല, ഭഗവാനും ഈ ഭൗതിക പ്രകൃതിയോട് വന്ന് ചേരുന്നില്ല. അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതിയിലെ പ്രവർത്തനമൊന്നും ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്ന് പറയും. ഈ ഭൗതിക പ്രകൃതിയിൽ ഭഗവാനൊന്നും കിട്ടാനില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നിനും ചെന്നു താനും വലയാതെ എന്ന് പറയുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലെ സ്പൃഹ. എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരു ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അതേ കാര്യമാണ് ഇവിടെ പൂന്താനവും പറയുന്നത്. ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി. ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി എന്ന് പറയും. ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് എന്തിനാണ്? പരമാത്മാവിനെയാണ് ഒന്ന് എന്ന് പറയുന്നത്. ഒന്ന് ഒന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതെന്താണ്? ഒന്ന് ഒന്നായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഒന്ന് എന്ന് പറയുന്നത്? പരമാത്മാവ്. പരമാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കുന്നുണ്ട്. ആ പരമാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്കത് ഒന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആരാണോ പരമാത്മാവിനെ ഒന്നായിട്ട് മനസ്സിലാക്കുന്നത്, ആ വ്യക്തിക്ക് യഥാർത്ഥ അറിവ് ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ട് അറിവാകുന്ന വസ്തുവായി. ഭഗവത്ഗീതയിലും ഈ കാര്യം പറയുന്നുണ്ട്. 13ാമത്തെ അധ്യായത്തില് 17ാമത്തെ ശ്ലോകം, അവിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവച സ്ഥിതം എന്ന് പറയും. എല്ലാ ജീവജാലങ്ങളെയും കാണുമ്പോൾ നമ്മൾ വേറെ വേറെ പരമാത്മാക്കളാണെന്ന് വിചാരിക്കും. പക്ഷെ എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കാണുമ്പോൾ നമുക്ക് വേറെ വേറെ ആണെന്ന് തോന്നും. പക്ഷെ എല്ലാവരിലും ഇരിക്കുന്ന പരമാത്മാവ് ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കും. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. പൂന്താനം ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി. അങ്ങനെ പരമാത്മാവിനെ ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിയുന്നവർക്ക് എല്ലാവിധ ജ്ഞാനവും ഉണ്ടാകുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അല്ലാത്തവർക്ക് ജ്ഞാനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. എല്ലാവരിലും പരമാത്മാവ് ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയവർക്ക് ജ്ഞാനമുണ്ടാകും. അതേ കാര്യം ഇവിടെ പറയുന്ന പൂന്താനം ഒന്നായി നിലയ്ക്കും. യെസ്, കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭുജി. കേൾക്കുന്നുണ്ട്. എല്ലാവരിലും ഇരിക്കുന്ന ആ പരമാത്മാവ് ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഈ ജ്ഞാനമൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒന്നുകൊണ്ട് അറിവാകുന്ന വസ്തുവായി. ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. എന്താണ് പൂന്താനം പറയുന്നത് അല്ലെ? ആ ഒന്നിനെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ആ പരമാത്മാവിനെ നമ്മൾക്ക് അറിയാൻ സാധിച്ചില്ലെങ്കിൽ, ഒന്നായിട്ടിരിക്കുന്ന പരമാത്മാവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഈ ലോകത്തിനെ കുറിച്ച് നമ്മൾക്ക് ഒന്നും മനസ്സിലാവുകയില്ല എന്നാണ് പൂന്താനം പറയുന്നത്. ഗീതയിലും പറയുന്നുണ്ട് അതേ കാര്യം. എല്ലാവരിലും ഇരിക്കുന്ന പരമാത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം മനസ്സിലാകും എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഇവിടെ പൂന്താനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ആ ഒന്നിനെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും മനസ്സിലാവുകയില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇത് വേറൊരു രീതിയിലും പറയുന്നുണ്ട്. തന്നെ മനസ്സിലാക്കിയ ഭക്തന്മാർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ എന്ന്
ഭഗവാൻ പറയുന്നുണ്ട് 13-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവോ ഉപപദ്യതേ. എന്റെ ഭക്തന്മാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്റെ ഭക്തന്മാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പരമാത്മാവിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും ഈ ഭൗതിക പ്രപഞ്ചത്തിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ അവർക്ക് മനസ്സിലാകും. എന്നിട്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന് ഭഗവത്ഗീതയിൽ 13-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ ശ്ലോകത്തിൽ പറയാം. അപ്പൊ അതിനെന്ത് വേണം? ആ ഒന്നിനെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതായത് ഭഗവാനെ അല്ലെങ്കിൽ പരമാത്മാവിനെ നമ്മൾ മനസ്സിലാക്കിയാലേ പരമാത്മാവിൽ നിന്ന് വന്നിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നിവിടെ വളരെ ലളിതമായിട്ട് പൂന്താനം പറഞ്ഞു തരുന്നു. ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ആ പരമാത്മാവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അജ്ഞാനത്തിലാണ്, നമ്മൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി. അതാരെ കുറിച്ചാണ് പറയുന്നത്? അതും പരമാത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ മുഴുവൻ ഭൗതിക ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുമൂർത്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളത്. ആ ഒന്നുപോലെ വേറെ ആരുമില്ല. ആ പരമാത്മാവിനെ പോലെ ആരുമില്ല. പരമാത്മാവിന് തുല്യമായിട്ട് അല്ലെങ്കിൽ പരമാത്മാവിന്റെ ഉറവിടമായിട്ടുള്ള ഭഗവാന് തുല്യമായിട്ട് ആരുമില്ല. ഒരു ജീവാത്മാവും പരമാത്മാവിന് തുല്യമല്ല എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട്. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ. ഏകോ, ആ ഒരൊറ്റ ഒന്ന്, ആ ഒരൊറ്റ വ്യക്തിത്വം, ആ ഒരേ ഒരു വ്യക്തി, ആ വ്യക്തിയാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, എല്ലാ ജീവാത്മാക്കളുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഒരേ ഒരു വ്യക്തി. അദ്ദേഹത്തിന് തുല്യനായിട്ട് ആരുമില്ല എന്ന് കഠോപനിഷത്തില് 2.2.13 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 2.2.13 പറയുന്നുണ്ട് കഠോപനിഷത്തിൽ. ആ കാര്യമാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ, ആ ഒന്നുപോലെ, ആ പരമാത്മാവിനെ പോലെ വേറൊന്നുമില്ല, വേറെ ആരും അതിന് തുല്യമല്ല എന്ന് പറയുന്നു. ഒന്നായുള്ള ഒരു ജീവസ്വരൂപമായി എന്ന് പറയുന്നത്. ഈ മുഴുവൻ ഭൗതിക ലോകത്തിനും പരമാത്മാവായിട്ടിരിക്കുന്നു, ജീവൻ കൊടുക്കുന്ന പരമാത്മാവായിട്ടിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. വിശ്വരൂപം എന്ന് പറയും അല്ലെ? വിശ്വരൂപം, ആ വിശ്വരൂപമാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവ്, അല്ലെങ്കിൽ ഓരോ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവ്. ആ വിശ്വരൂപമായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അല്ലെങ്കിൽ അത് ജഡവസ്തുവാണ്. ഈ പ്രപഞ്ചത്തിന് ജീവൻ കൊടുക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി, ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ള ഒരു ജീവസ്വരൂപമായി എല്ലാ പ്രപഞ്ചത്തിനും ഒരൊറ്റ പരമാത്മാവാണ്. അതാരാണ്? അത് വിശ്വരൂപമാണ്, ഭഗവാന്റെ തന്നെ വിസ്തരണമായിട്ടുള്ള വിശ്വരൂപമാണ് എന്ന് പറയും. ഇത് ചിലപ്പം നമുക്ക് കേൾക്കുമ്പോൾ, ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ നമ്മൾ ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും വീണ്ടും വായിക്കാം. ജ്ഞാനപ്പാന ചൊല്ലുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ ഒന്ന് എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ മനസ്സിലായിട്ട് വരും. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ എന്നാണ് പറയുന്നത്. ഭഗവാൻ ഈ സൃഷ്ടി നടത്തിയത് എങ്ങനെയാണ് എന്ന് പൂന്താനം പറയുന്നു. ഒന്നിലും ഒരു ബന്ധമില്ലാതെ നമ്മളെന്തെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫാക്ടറി ഉണ്ടായിരിക്കണം അല്ലെ? നമ്മൾ തന്നെ പോയിട്ട് അത് ഉണ്ടാക്കണം അല്ലെ? നമ്മൾക്ക് രാവിലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമ്മൾ പോയിട്ട് അത് ഉണ്ടാക്കണം. മാവ് കുഴയ്ക്കണം, വെള്ളം ഒഴിച്ച് മാവ് കുഴയ്ക്കണം, അത് അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കണം. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോഴേ അത് ഉണ്ടാവുന്നുള്ളൂ അല്ലെ? നമ്മൾക്കൊരു ചപ്പാത്തി സൃഷ്ടിക്കണമെങ്കിൽ പോലും അത് നമ്മൾ നേരിട്ട് പോയിട്ട് ചെയ്യണം. പക്ഷെ ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചം ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്? ഒരു ബന്ധവും ഇല്ലാതെയാണ്.
ഭഗവാൻ അതിനോട് ബന്ധപ്പെടുന്നേ ചെയ്യുന്നില്ല. ഭഗവാൻ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി നിന്നിട്ട് ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അഹമേവാസമേവാഗ്രേ എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായം 33-ാമത്തെ ശ്ലോകം. അഹമേവാസമേവാഗ്രേ. ഈ സൃഷ്ടിയുടെ മുന്നേ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുന്നേയും ഭഗവാനുണ്ട്. ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമല്ല ഭഗവാൻ ഉണ്ടായത്, അതിന്റെ മുന്നേ തന്നെ ഭഗവാനുണ്ട്. ആ കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിന്നവൻ തന്നെ വിശ്വം ചമച്ചു പോയി. ഈ വിശ്വത്തിനെ സൃഷ്ടിക്കാൻ ഒരു വ്യക്തിയുണ്ട് പുറമെ, അല്ലെ? വിശ്വം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഭഗവാൻ ഉണ്ടായതല്ല. ഈ വിശ്വം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ ഭഗവാനുണ്ട്. നിന്നവൻ തന്നെ വിശ്വം ചമച്ചു പോയി. ആ ഭഗവാൻ നേരത്തെ തന്നെയുണ്ട്. ഭാഗവതത്തിൽ പറയുന്നു, ഈ വിശ്വം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുന്നേ ഞാനുണ്ട്, സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഞാനുണ്ട്, ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിന്റെയും സംഹാരം നടന്നാൽ പോലും ഞാൻ അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഭഗവാൻ ഒരു മാറ്റവും വരുന്നില്ല. ഭഗവാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സൃഷ്ടിസ്ഥിതി സംഹാരം ഭഗവാൻ ഒരിക്കലും ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പൂന്താനം പറയുന്നത് എങ്ങനെയാണ്? ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോയി. ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഒരിക്കലും ഭഗവാനെ ബാധിക്കുന്നില്ല. അത് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഭഗവാൻ തന്റെ ശക്തികളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്, അവർ ചെയ്തോളും. ഭഗവാൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഒരു കടാക്ഷം ചെയ്താൽ മതി, ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയുള്ള സൃഷ്ടിയാണ് ഭഗവാന്റെ സൃഷ്ടി എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചു പോയി. അപ്പൊ ആ സൃഷ്ടിക്ക് മുന്നേയും ആരുണ്ട്? ഭഗവാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് സൃഷ്ടിയെക്കുറിച്ച് പൂന്താനം പറയുന്നത്. ആദ്യം മഹത് ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു. ആ മഹത് ബ്രഹ്മം ഭഗവാന്റെ ജ്യോതിസ്വരൂപമാണ് എന്ന് പറഞ്ഞു. അതിന് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമില്ല, ഭിന്നാപ്രകൃതിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം ആ എല്ലാറ്റിലും ഇരിക്കുന്ന പരമാത്മാവിനെ അറിഞ്ഞവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പരമാത്മാവിനെ മനസ്സിലാക്കാത്തവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ആ പരമാത്മാവ് തന്നെയാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും പരമാത്മാവായിട്ട് വിശ്വരൂപമായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഭഗവാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടല്ല സൃഷ്ടിക്കുന്നത്, ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയും. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ എന്ന് പറയും. ഓക്കെ, അപ്പം യെസ്, അടുത്ത ഭാഗം കൂടി വായിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. സമയമായി എന്ന് തോന്നുന്നു അല്ലേ? പ്രപഞ്ച സൃഷ്ടി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചു പോയി. അതൊന്നും കൂടെ വിശദയാക്കി തരും പ്രഭുജി. യെസ്, അത് ഭഗവാന്റെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ ഈ സൃഷ്ടി നടത്തുന്നത് ഈ സൃഷ്ടിയോട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടല്ല എന്ന് പറയും. ഭഗവാൻ നേരിട്ട് വന്ന് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെയുള്ള ശക്തികളെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രതിപ്രവർത്തനങ്ങളൊന്നും ചെയ്യുകയല്ല ചെയ്യുന്നത്. ഭഗവാന്റെ ശക്തിയാണ് അത് ചെയ്യുന്നത്. ബ്രഹ്മസംഹിതയിൽ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ? സൃഷ്ടിസ്ഥിതി കാരണശക്തി, സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിരേവ ഛായേവ യസ്യ ഭുവനാനി ബിഭർത്തി ദുർഗ ഇച്ഛാനുരൂപം അഭിയസ്യ ചേഷ്ടദേശ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിരേവ. ആ ദുർഗാശക്തി ഏൽപ്പിച്ചു ഇരിക്കുകയാണ് ഭഗവാൻ. ദുർഗയാണ് യഥാർത്ഥത്തില് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ദുർഗയ്ക്ക് എല്ലാ ശക്തിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അതിൽ നേരിട്ട് ഇടപെടുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നിലും ഒരു ബന്ധമില്ലാതെ ഭഗവാൻ അത് നോക്കുന്നേയില്ല, അത് ദുർഗാദേവി നോക്കിക്കോളും. ഇന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. പക്ഷെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ദുർഗാദേവി പ്രവർത്തിക്കുന്നത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സച്ചരാചര. ദുർഗാദേവി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല,
തോന്നിയതുപോലെ ചെയ്യുന്നതല്ല. ദുർഗാദേവി ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ Yes. അടുത്ത ഒരു ശ്ലോകം കൂടി നമുക്ക് വായിക്കാൻ വിചാരിക്കുന്നു. ഒരു വരിയും കൂടി വായിക്കാം. ഹരേ കൃഷ്ണ. 3 9ാമത്തെ പദ്യമാണ്. 3 ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വം അന്നേരത്ത് എന്ന് പറയുന്നു. അപ്പം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മഹത്തത്വം അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതി, ആ പ്രകൃതി സൃഷ്ടിച്ച സമയത്ത് 3 കാര്യങ്ങളാണ് അതിലുള്ളത്. 3 വസ്തുക്കളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. എന്താണ് 3 കാര്യങ്ങൾ? സത്വരജസ്തമോ ഗുണങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 കാര്യങ്ങളാണ് ഈ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്നത്. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ടാണ് ഈ ഭൂമി മുഴുവൻ, ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അടുത്ത വരിയിലും അത് വിശദീകരിച്ച് പൂന്താനം അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ 3നെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 3 ഒന്നിലടങ്ങുന്നു പിന്നെയും. ആ മഹത് ബ്രഹ്മത്തിൽ 3 ഒന്നായിട്ടിരിക്കുകയാണ്. പിന്നീടാണ് വേറെ വേറെ ആയിട്ട് വരുന്നത്. ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത് എന്ന് പറയുന്നു. വീണ്ടും ഈ സൃഷ്ടിക്ക് ശേഷം അവസാനം ഈ 3 ഗുണങ്ങളും ഒന്നായിട്ട് ചേരുന്ന സമയത്ത്, മഹത്വത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ വിശ്വം മുഴുവൻ പ്രളയത്തിൽ ആണ്ടുപോകും എന്നാണ്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്, പ്രളയത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കൂടുതൽ കൺഫ്യൂഷനും. കുറച്ച് തത്വങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി പറഞ്ഞു. എന്ന് പറയുന്നുണ്ടല്ലോ പ്രഭു, അത് ഭൗതിക ലോകമാണോ? ക്ലിയർ ആയി കേട്ടില്ല മാതാജി. ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി, പിന്നെ ഒന്നുകൊണ്ട് ആകുന്ന വസ്തുവായി, ആ വസ്തു പറയുന്നത് ഭൗതിക ലോകമാണോ? അതെ, ആ വസ്തുവായി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയണമെന്നാണ് പറയുന്നത്. കാരണം പ്രപഞ്ചം എന്ത് തന്നെയാണ്? ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാനെ കുറിച്ച് അറിയാതെ ഭഗവാന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇന്ന് പറഞ്ഞതിൽ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. അംബിക മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. സൃഷ്ടി സ്ഥിതി സംഹാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പൊ ദുർഗാദേവിയുടെ കാര്യം. അപ്പൊ നമ്മള് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദുർഗാദേവിയും അതിനെങ്ങനെയാണ് കണക്ട് ചെയ്യുക പ്രഭുജി? ഹരേ കൃഷ്ണ. യഥാർത്ഥത്തിൽ ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിന്റെ അധികാരം ദുർഗാദേവിക്കാണ്. പക്ഷെ ഇവിടെ 3 അധിപന്മാരുണ്ട് സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തിനെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. അവർ നിയന്ത്രക ദേവന്മാരാണ്. ദുർഗാദേവിക്ക് സ്വന്തമായിട്ട് സൃഷ്ടി ചെയ്യാനും സ്ഥിതി നടത്താനും സംഹാരം നടത്താനുള്ള അധികാരമുണ്ട്. എവിടെയാണ്? ഈ ഭൗതിക ലോകത്തിൽ. പക്ഷെ ദുർഗാദേവി അത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നില്ല. ഭഗവാന്റെ ഇഷ്ടപ്രകാരം, അതായത് വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ദുർഗാദേവി പ്രവർത്തിക്കുന്നു. അതിന് ദുർഗാദേവിയെ സഹായിക്കുന്നവരാണ് ബ്രഹ്മാവും മഹേശ്വരം. അപ്പം ഈ ഭൗതിക ലോകത്തിന്റെ ആയാലും അധിപനായിട്ടിരിക്കുന്നത് വിഷ്ണുമൂർത്തി തന്നെയാണ്. പക്ഷെ പ്രവർത്തിക്കുന്നത് ദുർഗാദേവിയാണ്. പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ബ്രഹ്മാവും മഹേശ്വരനും. ഹരേ കൃഷ്ണ. ദുർഗാദേവി എന്ന് പറയുമ്പോ ശ്രീ പാർവതി. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. വിഷ്ണു ഭഗവാനും ദുർഗാദേവിയെ കേൾക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാന് ഒരേ തലത്തിലുള്ള ദേവന്മാരാണോ? വിഷ്ണു ഭഗവാൻ പരമപുരുഷനായിട്ടുള്ള ഈശ്വരനാണ്.
അദ്ദേഹം ഈശ്വര തത്വമാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നേരിട്ട് ഭൗതിക ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ല. ശങ്കരാചാര്യ പറയുന്നുണ്ട്, നാരായണ പരം അവ്യക്ത. നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരനാണ്, ഈ ഭൗതിക ലോകമായിട്ട് ബന്ധമില്ലാത്തവനാണ്, ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ലാത്തവനാണ്, അവ്യക്തമാണ്. അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ലോകത്തിലുള്ള വ്യക്തിയാണ് എന്ന് പറയും. അപ്പൊ ഭഗവാൻ നേരിട്ട് ഭൗതിക പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ടാണ് ഭഗവാൻ മറ്റുള്ള ദേവന്മാർക്ക് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവസരം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പം ഗവൺമെന്റ് തന്നെയാണ് ഒരു ജയിലിനെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഗവൺമെന്റിലെ മന്ത്രിമാർ നേരിട്ട് വന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവരുടെ നിർദ്ദേശപ്രകാരം ജയിൽ സൂപ്രണ്ടാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ആ ജയിൽ സൂപ്രണ്ടാണ് യഥാർത്ഥത്തിൽ ദുർഗാദേവി എന്ന് പറയും. അതിന് നിർദ്ദേശം നൽകുന്ന ഗവൺമെന്റാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്ന മറ്റു മന്ത്രിമാരാണ് ബ്രഹ്മാവും മഹാദേവൻ. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോ ഈ സ്ഥിതി നമ്മൾ പറയാം, സൃഷ്ടി ബ്രഹ്മാവാണെങ്കിൽ സ്ഥിതി മഹാവിഷ്ണു ആണെന്ന് പറയണ്ടല്ലോ, സംഹാരം ശിവനും. സ്ഥിതി വിഷ്ണുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിഷ്ണുവിന്റെ സഹായമില്ലാതെ സ്ഥിതി ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതാണ് പറഞ്ഞത്, ദുർഗാദേവി സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. പക്ഷെ ദുർഗാദേവിക്ക് പ്രവർത്തിക്കാനുള്ള അധികാരം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ദുർഗാദേവി പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ശക്തി ദുർഗാദേവിക്ക്. ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞോളൂ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഹരേ കൃഷ്ണ പൂജ. ബ്രഹ്മാവിനൊപ്പം സരസ്വതി അങ്ങനെയല്ലേ സങ്കല്പിക്കുക? ബ്രഹ്മാവിന്റെ സൃഷ്ടി നടക്കുമ്പോൾ ജ്ഞാനത്തിന് വേണ്ടി സരസ്വതിയും, പിന്നെ സ്ഥിതി മഹാവിഷ്ണു, ഐശ്വര്യം ലക്ഷ്മിയും, ശിവനും കാളിയും, അങ്ങനെ സങ്കല്പം അതെങ്ങനെ വന്നു? അത് ഈ ഗുണങ്ങൾ അനുസരിച്ചാണോ അങ്ങനെ ഒരു വിശദീകരണം വന്നത്? അല്ല, ഇത് യഥാർത്ഥത്തിൽ സങ്കല്പമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രപഞ്ചത്തിലെ നിയന്താക്കളെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ, നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ട്. ആ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെ? അതൊരു സങ്കല്പമല്ല. അതേപോലെ ഈ പ്രപഞ്ചത്തിന് നിയന്താക്കളുണ്ട്. ഈ പ്രപഞ്ചത്തിന് വലിയൊരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന വ്യക്തികളാണ് ബ്രഹ്മാവ്, മഹാദേവൻ അല്ലെങ്കിൽ ദുർഗാദേവി എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള മൂർത്തികൾ. അവർ ആക്ച്വൽ ആയിട്ടുള്ള മൂർത്തികളാണ്. അപ്പം അതില് മാതാജി പറഞ്ഞിട്ടുള്ള ബ്രഹ്മാവ് സരസ്വതി എന്നുള്ള റിലേഷൻ അല്ല മഹാദേവനും പാർവതിയും തമ്മിലുള്ളത്. മഹാദേവൻ പാർവതിയുടെ ഭർത്താവാണ്, അല്ലെ? പക്ഷെ ബ്രഹ്മാവിന്റെ മകളാണ് സരസ്വതി എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് സരസ്വതി ദേവി എന്ന് പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പം ഈ മൂന്ന് ശക്തികൾ അങ്ങനെ പറയരുത് എന്നാണ് ഇപ്പൊ ഭഗവത്ഗീത പഠിച്ചപ്പോ മനസ്സിലായത്, ഭാഗവതം പഠിക്കുമ്പോഴും മനസ്സിലാവുന്നത്. എങ്കിലും അങ്ങനെ ശക്തിയും പ്രകൃതിയും ഇത് രണ്ടും നിൽക്കുമ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭഗവാനും ഒപ്പം ഈ ശക്തികളും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യകാലം തൊട്ടേ അങ്ങനെ ഉണ്ടായിരുന്നു. ഭഗവാൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഭൗതിക ശക്തിയും നേരത്തെ തന്നെ ഭഗവാനിൽ നിന്ന് ഉണ്ടായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് വ്യക്തരൂപത്തിലല്ല. വ്യക്തരൂപത്തിലാകുന്നതാണ് നമ്മൾക്ക് വേർപിരിഞ്ഞ് കാണാൻ സാധിക്കുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെ വേർപിരിഞ്ഞ് കാണാൻ സാധിക്കുന്നത് സൃഷ്ടിക്ക് ശേഷമാണ്. സൃഷ്ടിക്ക് മുന്നേ അതാണ് പൂന്താനം ഇവിടെ പറയുന്നത്, ഉന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപം. അതൊരൊറ്റ ഭൗതിക ശക്തിയായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, അത് ഹിരണ്യഗർഭം എന്ന് പറയുന്നതാണോ ഭാഗവതത്തില്? യെസ്, ഭാഗവതത്തിൽ ഹിരണ്യഗർഭം എന്ന് പറയും, അല്ലെങ്കിൽ മഹത്തത്വം എന്ന് പറയും.
ഭഗവത്ഗീതയിൽ മഹാബ്രഹ്മം എന്നാണ് പറയുന്നത്. ശീലപ്രഭാതർ പറയുന്നുണ്ട് ഈ മഹബ്രഹ്മത്തിനെ തന്നെയാണ് വേദങ്ങളിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. ചില സമയത്ത് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ മഹബ്രഹ്മത്തിനെ തന്നെയാണ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ നമ്മൾക്ക് അടുത്ത ശ്ലോകങ്ങൾ, ഇനിയുള്ള ശ്ലോകങ്ങൾ അത്ര പ്രയാസമല്ല. ഇത് ഇന്നത്തെ ശ്ലോകങ്ങൾ കുറച്ച് പ്രയാസമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇനിയുള്ള വരികളൊന്നും അത്ര പ്രയാസമുള്ള തത്വങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. അത് നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കുറച്ച് തത്വങ്ങളായതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ഭാഗമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം എല്ലാവരും അടുത്ത ദിവസം പങ്കെടുക്കുക. കൃഷ്ണ പ്രഭുജി, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞോ. നമ്മയൊക്കെയും ബന്ധിച്ച സാധന കർമ്മം എന്നറിയേണ്ടത് മുമ്പിനാൽ എന്ന് പറയുന്നത്, നമ്മൾ രാമായണം വായിക്കുമ്പോൾ അതില് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട് പ്രഭുജി. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേമാതിരി ശങ്കരാചാര്യര് പറയുന്നുണ്ട് പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറയുന്നുണ്ടല്ലോ. പുനരഭി ജനനി ജഡരെ ശയനം എന്ന് പറയുന്ന അത് ഇതേ സെയിം തന്നെയാണോ പ്രഭുജി? ഹരേ കൃഷ്ണ. ശങ്കരാചാര്യ പറയുന്ന അതേ തത്വമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ രാമായണത്തിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മഫലത്തിനെ കുറിച്ചാണ് പറയുന്നത്. കർമ്മഫലം ആർക്കും ഷെയർ ആയി പോകുന്നില്ല. കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ ജനിക്കുന്നത് നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഗുരുജി ഇതില് പിന്നെ പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും, അതിന്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മള് നാളെ പറയാൻ പോകുന്നത്. നമ്മൾ വായിച്ചിട്ടില്ല. നാളെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം മാതാജി. യെസ്, അപ്പൊ നമ്മൾക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം. എല്ലാവരും പങ്കെടുക്കുക. എല്ലാവരും പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. നമ്മൾക്ക് ഫോണ് വേണം. അപ്പൊ കഴിഞ്ഞ എഴുതല് കഴിഞ്ഞു കഴിഞ്ഞു.